അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, നമ്മളുള്ളത് നമ്മുടെ പള്ളിയിലാണ്. ഹൗലിൻ്റെ പരിസരത്താണ് നമ്മളുള്ളത്. പല ഉമ്മമാരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഹൗല്, വുദു എടുക്കുന്ന ഹൗല്. എന്താ ഉസ്താദേ ഹൗലിൻ്റെ പരിസരത്ത്? ഇന്ന് ഇൻഷാ അല്ലാഹ് വുദു എടുക്കുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലായി നമ്മൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഈ വുദു എടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്നല്ല, പൈപ്പിൽ നിന്നല്ലേ. അപ്പോൾ ഹൗദിൻ്റെ പരിസരത്ത് നിന്നും നമ്മൾ വുദു എടുക്കുന്നത് പ്രാക്ടിക്കലായി കാണിച്ചാൽ സ്ത്രീകളടക്കം പലർക്കും അത് ഉപകാരപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ പൈപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാക്ടിക്കലായ വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ അത് കണ്ടു. ഒരുപാട് പേർക്കുള്ള പല സംശയങ്ങളൊക്കെ മാറി. ഇന്ന് ആ നിസ്കാരം ശരിയാവണമെങ്കിൽ എന്ത് വേണം? വുദൂ വേണം. ഇന്നത്തെ ക്ലാസ് വുദൂ എങ്ങനെ എടുക്കണമെന്ന് ഇൻഷാ അല്ലാഹ് പ്രാക്ടിക്കലായി നിങ്ങളെ കാണിച്ചു തരുകയാണ്. അതിൻ്റെ സുന്നത്തുകൾ, ആദാബുകൾ, ഫർളുകൾ, ഷർത്തുകൾ എല്ലാം വിശദീകരിച്ചുകൊണ്ട് A to Z കാര്യം വുദൂവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുതേ. മുൻകൈ കഴുകേണ്ടത് എങ്ങനെയാണ്? ഈ മുൻകൈ കഴുകുമ്പോഴാണോ നെയ്യത്ത് വെക്കേണ്ടത്? മുഖം കഴുകുന്ന സമയത്ത് എങ്ങനെ കഴുകണം? മുഖത്തിൻ്റെ പരിധി എന്നൊക്കെ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ തല തടവലാണോ ആദ്യം, ചെവി തടവലാണോ? ചെവി തടകുമ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെവി തടവിയാൽ മതിയോ? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറഞ്ഞു. ഉസ്താദ് ഞങ്ങൾക്കത് അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് വശമില്ല, അത് ചെയ്തില്ലെങ്കിൽ വുദൂ ശരിയാവില്ലേ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. കാല് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വുദൂ എടുക്കുന്ന സമയത്ത് പലർക്കും പല സംശയങ്ങളുണ്ട്. അതായത് സ്ത്രീകൾ ഈ തലയിൽ തട്ടമിട്ടിട്ടാണോ വുദൂ എടുക്കേണ്ടത്? ഔറത്ത് മറക്കാതെ വുദൂ എടുത്താൽ വുദൂ ശരിയാകുമോ? വുദൂ എടുത്തതിന് ശേഷം ചെവിയിൽ ബഡ്സ് ഇട്ടാൽ വുദൂ മുറിയുമെന്ന് ഒരാൾ പറഞ്ഞു. ഉസ്താദെ ശരിയാണോ? വുദു എടുക്കുന്ന സമയത്ത് ഒരു ബക്കറ്റിലേക്ക് വെള്ളം പിടിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കാല് കഴുകുന്ന പല ആളുകളുമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഉസ്താദെ എന്ന് ചോദിച്ചവരുമുണ്ട്. നോമ്പുള്ള ആളുകൾ വുദു എടുക്കുന്ന സമയത്ത് നോമ്പ് മുറിയാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേതൊക്കെയാണ്? വുദു എങ്ങനെ തെറ്റില്ലാതെ നമുക്ക് കൃത്യമായി നിർവഹിക്കാം എന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും. പലർക്കും ചിലപ്പോൾ തോന്നും, ഉസ്താദെ ഞങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെയല്ലല്ലോ വുദു എടുത്തത്, ഇങ്ങനെ ആയിരുന്നോ വുദു എടുക്കേണ്ടത് എന്ന് വരെ തോന്നുമാറ് പല അബദ്ധങ്ങളും നമ്മൾ വുദുവിൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാം. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വുദൂ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയ ഒരു ചർച്ചയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കടക്കുകയാണ്. ഉസ്താദെ വുദൂഓ അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മദ്രസ തൊട്ടേ പഠിക്കുന്നതാണ്, ഞങ്ങളിപ്പോൾ ഇത്രയും വർഷം വുദൂ എടുത്തവരാണ്. ഇനി ഉസ്താദ് പിന്നെ പ്രത്യേകിച്ച് വുദൂ എടുക്കുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം എന്നായിരിക്കാം പലരുടെയും ചിന്ത. എന്നാൽ വുദൂ എടുക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നമ്മൾ വുദൂ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വുദൂ എടുക്കുന്ന പല സമയത്തും നമ്മൾ വരുത്തുന്ന ചില അബദ്ധങ്ങളുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് കണ്ടും കേട്ടും പഠിച്ച് ആ തെറ്റുകളെല്ലാം തിരുത്തി വിശുദ്ധമായ പുണ്യമായ റമളാനൊക്കെ വരികയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ നമുക്ക് വുദൂ എടുത്ത് തന്നെ നമുക്ക് റാഹത്തായി നിസ്കരിക്കണം. പിന്നെ ഈ വുദൂ അത് പരിശുദ്ധമായ ഇസ്ലാമിൽ പുണ്യമായ അമലാണ് അല്ലേ? വുദൂ ഇല്ലാതെ നിസ്കാരം ഒന്നുപോലും ശരിയാവില്ല. നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? വുദൂ വേണം. അതുപോലെ തന്നെ ശാഫിഈ മദ്ഹബുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ തൊടണമെങ്കിൽ, ആ ഖുർആൻ എടുക്കണമെങ്കിൽ എന്ത് വേണം? വുദൂ വേണം. അതുപോലെ തന്നെ ത്വവാഫ് ചെയ്യണമെങ്കിൽ വുദൂ വേണം. അപ്പോൾ വുദൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്, അതുപോലെ സുന്നത്താകുന്ന ചില സമയങ്ങളുമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ പറയാം. പലരും പറയുന്നുണ്ട്, ഉസ്താദെ നിസ്കരിക്കാൻ നിന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധ മാറിപ്പോവുകയാണ്, നിസ്കാരത്തിൽ ഒരു ഖുദൂ ഒരു സൂക്ഷ്മത കിട്ടുന്നില്ല. എന്തേ കാരണം? നമ്മുടെ വുദൂ ശരിയാവാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ വുദൂ എടുക്കുമ്പോൾ വുദൂഇന് ഷർത്തുകളുണ്ട്, വുദൂഇന് ഫർളുകളുണ്ട്, അതുപോലെ വുദൂഇന് ചില കറാഹത്തുകളുണ്ട്, അതുപോലെ തന്നെ വുദൂഇന് ഒരുപാട് സുന്നത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് എടുത്താൽ, എന്നിട്ട് നമ്മൾ വുദൂ എടുത്താൽ നമ്മുടെ വുദൂ കൃത്യമാണ്. വുദൂ എടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ്. അൽഹംദുലില്ലാ സുന്ദരമായ ഹൗദ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പള്ളിയിലാവട്ടെ വീട്ടിലാവട്ടെ
ആണാവട്ടെ പെണ്ണാവട്ടെ, വുദു എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതിങ്ങനെ പൈപ്പ് ഓവറാക്കി നമ്മൾ തുറന്നിടരുത്. ഒഴുകുന്ന നദിയിലാണ് നിങ്ങൾ വുദു എടുക്കുന്നതെങ്കിലും മിതമായി മാത്രമേ വുദുയിൽ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ മതം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വുദു എടുക്കുന്നത്, പ്രത്യേകിച്ച് പള്ളിയിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അമിതമായി വെള്ളം തുറന്നിടരുത്. ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട വെള്ളമാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ശിക്ഷയുണ്ടാകും. പ്രത്യേകിച്ച് പുരുഷന്മാരെല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ന് എത്രയോ പള്ളികളിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. വീട്ടിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ വുദുയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വുദു എടുക്കുന്ന സമയത്ത് ആദ്യമായി, വുദുവിന് ഒരുപാട് സുന്നത്തുകളുണ്ട്, സുന്നത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ സുന്നത്താണ് എന്തെന്നറിയോ? ഖിബിലയിലേക്ക് തിരിഞ്ഞ് വുദു എടുക്കുക. അതൊരു സുന്നത്താണ്. ഞാനിത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പതിയെ പതിയെ പറയാം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തായി പോകാൻ സാധ്യതയുണ്ട്, എന്നാലും ഇൻഷാ അല്ലാഹ് ക്ഷമയോടെ കേട്ടിരിക്കണം. ഒന്നാമത്തെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖിബിലയിലേക്ക് തിരിഞ്ഞായിരിക്കണം വുദു എടുക്കേണ്ടത്. അത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും. അത് പറ്റുമെങ്കിൽ അങ്ങനെ, നിർബന്ധമാണ് എന്നല്ല, സുന്നത്താണ്. അതുപോലെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഇരുന്നിട്ടായിരിക്കണം വുദു എടുക്കേണ്ടത്. അതൊരു സുന്നത്താണ്. എല്ലാ പള്ളികളിലും ആ ഒരു സെറ്റപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മിക്ക പള്ളികളിലും നിന്ന്, ഇപ്പോൾ കണ്ടോ നമ്മുടെ പള്ളിയിലൊക്കെ നിന്ന് വുദു എടുക്കുന്ന സെറ്റപ്പാണ് കൂടുതൽ. അവിടെയൊക്കെ നമുക്ക് ഇരുന്ന് വുദു എടുക്കാനുള്ള ചില സംവിധാനങ്ങളുമുണ്ട്. സുന്നത്ത് എന്താണ്? ഇരുന്ന് വുദു എടുക്കലാണ്. ഇനി ഇരുന്ന് വുദു എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇപ്പോൾ നിന്നാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുന്ന് വുദു എടുക്കാനുള്ളൊരു സംവിധാനം കുറവായിരിക്കും. അപ്പോൾ സുന്നത്താണത്. മൂന്നാമതായി ചെയ്യേണ്ടത്, വുദു എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ രണ്ട് കൈയും കഴുകുക. നമ്മൾ വുദു എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ നമ്മുടെ രണ്ട് കൈപ്പത്തിയും നല്ലതുപോലെ ഉരച്ച് കഴുകുക. കൊറോണയുടെ സമയത്തൊക്കെ ഡോക്ടർമാർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇങ്ങനെ രണ്ട് കൈയും ഇടകോർത്ത് കഴുകുക, വിരലുകൾ ഇടകോർത്ത് കഴുകുക എന്ന്. അതിനു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വുദു എടുക്കുന്നതിന് മുമ്പ് കൈകൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ ഉരച്ച് മുൻകൈ രണ്ടും കഴുകൽ പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മളൊരു നിയ്യത്ത് വെക്കണം. വുദൂഇൻ്റെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു. എങ്ങനെ? വുദൂഇൻ്റെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു. ഈ ഒരു നിയ്യത്ത് നമ്മൾ ഈ മുൻകൈ കഴുകുമ്പോൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മുൻകൈ കഴുകുന്ന സമയത്ത് പറയൽ സുന്നത്താണ്. എന്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്ന ആ പുണ്യമായ ഒരു ദുആ, ഇത് പറയൽ സുന്നത്താണ്. എപ്പോൾ? മുൻകൈ കഴുകുന്ന സമയത്ത്. ഇത് പതിയെ പറയണമെന്ന്, കാരണം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വേഗത്തിൽ ഈ ഒരു ദുആ പറയുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, തുഹൂറായ വെള്ളം, അല്ലേ, ശുദ്ധമായ വെള്ളം നീ എനിക്ക് തന്നു, എനിക്ക് വുദു എടുക്കാൻ. ആ ശുദ്ധമായ വെള്ളം തന്ന റബ്ബേ, നിനക്കാകുന്ന സർവ്വസ്തുതിയും. ഇത് പറയൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ മുൻകൈ കഴുകുക, അതൊരു സുന്നത്താണ്. ഈ മുൻകൈ നമ്മളിങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെയുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക. അതാണ് പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്. അത് ഞങ്ങൾ രാവിലെയും വൈകിട്ടൊക്കെ പല്ല് തേക്കുന്നതല്ലേ, പിന്നെ വുദു എടുക്കുന്ന സമയത്ത് പല്ല് തേക്കണോ? പ്രത്യേകം സുന്നത്താണ്. ഇന്നിപ്പോൾ ഡോക്ടർമാർ പറയുന്നു 5 times നിങ്ങൾ ബ്രഷ് ചെയ്യണമെന്നാണ്. അവർ കുറച്ച് ഇംഗ്ലീഷ് കയറ്റി പറയുമ്പോൾ നമ്മളത് ചെയ്യും. പക്ഷേ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വുദു എടുക്കുന്ന സമയത്ത്, അല്ലേ, നബിതങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെടുന്നില്ല എങ്കിൽ വുദു എടുക്കുന്ന 5 വഖത്ത് നിസ്കാരത്തിൻ്റെ സമയത്തും എൻ്റെ ഉമ്മത്തിനോട് പല്ല് തേക്കാൻ ഞാൻ നിർബന്ധമായി പറയുമായിരുന്നു എന്നാണ്. പക്ഷേ നബിതങ്ങളത് പറഞ്ഞില്ല. കാരണം പലർക്കും ബുദ്ധിമുട്ടാവും, എപ്പോഴും ഈ ബ്രഷ് ഇങ്ങനെ പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വുദൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത്? പല്ല് തേക്കുക. ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ഈ മിസ്വാക്ക് എന്ന് പറയുന്ന വസ്തു കൊണ്ടോ നമുക്ക് പല്ല് തേക്കാം. ഇനി ഒന്നുമില്ല എങ്കിൽ വെറുതെ കൈകൊണ്ടെങ്കിലും നമ്മുടെ പല്ലിൽ ഒന്ന് ഉരസുക. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി നമ്മൾ ചെയ്യുന്നത് വുദൂഇൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് വായിൽ വെള്ളം കൊള്ളുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇതൊരു സുന്നത്താണ്. ഈ വായിൽ വെള്ളം കൊള്ളുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇതിപ്പോൾ 2-3 തരത്തിൽ ചെയ്യാം. ഒന്നാമത്തെ രൂപം, നമ്മളിങ്ങനെ കയ്യിൽ വെള്ളം എടുക്കുക, എന്നിട്ട് വായിൽ വെള്ളം കൊള്ളുന്നതോടൊപ്പം തന്നെ അല്പം വെള്ളം മൂക്കിലേക്ക് കയറ്റുക, എന്നിട്ട് ഇടത് കൈ കൊണ്ട് നമ്മൾ അത് ചീറ്റിക്കളയുക. ഇത് ഒന്നാമത്തെ രൂപമാണ്. അല്ലെങ്കിൽ മറ്റൊരു രൂപം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ വെള്ളമെടുത്തു, എന്നിട്ട് വായ കഴുകി, എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വെള്ളം എടുത്തു, എന്നിട്ട് മൂക്കിൽ കൊണ്ട് നമ്മൾ മൂക്ക് കഴുകി.
പിന്നെ വീണ്ടും വായ കഴുകി വീണ്ടും മൂക്ക് കഴുകി, വീണ്ടും വായ കഴുകി വീണ്ടും മൂക്ക്, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വെള്ളമെടുത്ത് വായ 3 പ്രാവശ്യം കഴുകിയിട്ട് മൂക്കിൽ 3 പ്രാവശ്യം വെള്ളം കയറ്റി ചീറ്റാം. അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും സുന്നത്താണ്. അത് നമുക്ക് ഓരോ ആളുകളുടെ അവസ്ഥ അനുസരിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് കിതാബുകളിൽ പറയുന്നത് കുറച്ച് വെള്ളം നമ്മളെടുത്ത് വായിൽ കൊള്ളുക, അതിൽ നിന്ന് തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇടത് കൈ കൊണ്ട് ചീറ്റിക്കളയുക. ഇത് സുന്നത്താണ്. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇടത് കൈയിൻ്റെ ഈ ചെറിയ വിരലുണ്ട്. ഈ ചെറിയ വിരൽ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ആ അഴുക്കുകളൊക്കെ ഒന്ന് എടുത്ത് കളയലും എന്നിട്ടൊന്ന് മൂക്കൊന്ന് കഴുകലും നല്ലതാണ്. ഉസ്താദേ, റമളാനൊക്കെ വരികയാണ്. ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, അതിപ്പോൾ ഞങ്ങൾക്കത് പേടിയാണ്. മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറി പോയാൽ നോമ്പ് മുറിയില്ലേ, അപ്പോൾ അത് പ്രശ്നമാവില്ലേ? ആകും. പലപ്പോഴും അത് പല അബദ്ധത്തിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റി ഇങ്ങനെ ചീറ്റുമ്പോൾ മൂർധാവിൽ വെള്ളം കയറി ചിലപ്പോൾ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റമളാനിലൊക്കെ അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നവർ എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് പിന്നെ മൂക്കിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം കയറി പോയാലും ചീറ്റിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ സൂക്ഷ്മത കുറവുള്ള ആളുകൾ അങ്ങനെ ചെയ്യാതിരിക്കലാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ വുളു എടുക്കുന്ന അവയവങ്ങൾ അല്ലേ, നമ്മുടെ മുഖം, നമ്മുടെ കൈ, ഇതൊക്കെ അതുപോലെ കാല്, ഇതൊക്കെ നമ്മൾ നിർബന്ധമായും കഴുകുന്ന അവയവങ്ങളാണ്. ഈ അവയവങ്ങളിലൊന്നും വുളുവിനെ തടയുന്ന വസ്തുക്കൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കുക. കയ്യിലൊക്കെ വല്ല പെയിൻറ്റോ ടാറോ അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതൊരു സുന്നത്താണ്. ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക. ഫെവിക്കോള്, ഫെവിക്വിക്ക് എന്നൊക്കെ പറഞ്ഞ പല പശകളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ശരീരത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ നമ്മൾ ഉരച്ചൊന്ന് കഴുകിയിട്ട് വേണം വുളുവിലേക്ക് കടക്കാൻ. അതുപോലെ മറ്റൊരു സുന്നത്താണ് അവയവങ്ങൾ, നമ്മുടെ മുഖമാണെങ്കിലും കൈയാണെങ്കിലും കഴുകുന്ന സമയത്ത് 3 പ്രാവശ്യം വീതം കഴുകുക. അത് സുന്നത്താണ്. ഒരച്ച് കഴുകുക, വെള്ളം ഒലിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഒന്ന് ഒരച്ച് കഴുകൽ എന്താണ് പ്രത്യേകം സുന്നത്താണ്. പിന്നെ നമ്മുടെ കയ്യിൽ മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മമാർ ശ്രദ്ധിക്കണേ, മോതിരം എന്തെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മോതിരം ഒന്ന് ഇളക്കി കഴുകണം. ഒന്ന് ഇളക്കി കഴുകൽ പ്രത്യേകം നല്ലതാണ്. പിന്നെ ഫർളായ അവയവങ്ങൾ, ഇപ്പോൾ നമ്മുടെ മുഖം ഫർളായ അവയവമാണ്. അതുപോലെ കൈമുട്ട് കഴുകൽ നിർബന്ധമാണ്. ഈ ഫർളായ അവയവങ്ങൾ കുറച്ച് കയറ്റി കഴുകുക. ഇപ്പോൾ നമ്മുടെ കൈ കഴുകുമ്പോൾ എവിടം വരെയാണ് കഴുകേണ്ടത്? ഈ മുട്ടുൾപ്പെടെയാണ്. പക്ഷേ ഒന്നുകൂടി നമുക്ക് കയറ്റി, ഇപ്പോൾ എൻ്റെ ഇത്ര കയറുന്നുള്ളൂ കേട്ടോ, കുറച്ചുകൂടി കയറ്റി നമുക്ക് കഴുകാം. അതുപോലെ കാല് കഴുകുന്ന സമയത്ത് ഇതാണ് നെരിയാണി, ഇവിടം വരെ നമുക്ക് കഴുകിയാൽ മതി. പക്ഷെ കുറച്ചങ്ങോട്ട് കയറ്റി കഴുകൽ അതും സുന്നത്താണ്. പിന്നെ വധു എടുക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് സംസാരിക്കുക. ഇപ്പോൾ ഞാനിവിടെ വധു എടുക്കുന്ന സമയത്ത് ഇവിടെ വേറൊരാൾ വന്നു, ആടാ എന്തൊക്കെയുണ്ട് വിശേഷം, നീ അത് പോയായിരുന്നാ? വധു എടുത്തോണ്ടിരിക്കുക, മുഖം കഴുകുന്നു, അപ്പോഴും അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പാടില്ല. പിന്നെ ചില ആൾക്കാർ ഫോൺ വന്നു, വധു എടുക്കുന്ന സമയത്ത് ഫോൺ, അളിയാ പറഞ്ഞോ എന്തുണ്ട് വിശേഷം, ഞാൻ അതേ വധു എടുക്കുക, അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് വധു എടുക്കുക, അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വുളു എടുക്കുന്ന സമയത്ത് 3 പ്രാവശ്യമാണ് കഴുകേണ്ടത്. 1 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്. 2 പ്രാവശ്യമാക്കി ചുരുക്കാൻ പാടില്ല, അത് കറാഹത്താണ്. അവയവങ്ങൾ 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. 4 പ്രാവശ്യമാക്കൽ പാടില്ല, അത് കുറ്റകരമാണെന്നാണ്. നമ്മൾ 1 പ്രാവശ്യം മുഖം കഴുകി, 2 കഴുകി, 3 കഴുകി, പിന്നെ 4, 5 പറഞ്ഞ് നമ്മളിങ്ങനെ കഴുകിക്കൊണ്ടിരുന്നാൽ അങ്ങനെ കഴുകുമ്പോൾ നമുക്ക് കുറ്റക്കാരാണ്. അപ്പോൾ വുളു കൊണ്ട് നമ്മൾ ഒരിക്കലും കുറ്റക്കാരാവരുത്. അപ്പോൾ ഇതൊക്കെ വുളു എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. വുളുവിൻ്റെ ഫർളുകൾ 6 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് നീയത്ത് വെക്കലാണ്. ഇപ്പോൾ നമ്മളൊരു നീയത്ത് വെച്ചു, മുൻകൈ കഴുകുന്ന സമയത്തൊരു നീയത്ത് വെച്ചു, അത് സുന്നത്താണ്. എന്തെന്ന്? വുളുഇൻ്റെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്ന് പറയൽ അതൊരു സുന്നത്തായ നീയത്താണ്. ഇതിപ്പോൾ നമ്മൾ നിർബന്ധമായ നീയത്ത്, ഇത് എന്തായാലും വെച്ചിരിക്കണം. ആ വെക്കുന്ന സമയത്തുള്ള നീയത്ത് 3 രൂപത്തിൽ നമുക്ക് വെക്കാൻ പറ്റും. ഉമ്മമാരെ ശ്രദ്ധിക്കണേ, വാപ്പമാരെ ശ്രദ്ധിക്കണേ, നമുക്ക് വുളു എടുക്കുന്ന സമയത്തുള്ള നീയത്ത് 3 രൂപത്തിൽ വെക്കാം. ഒന്നാമത്തെ നീയത്ത്, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു. ഇതൊരു നീയത്ത്. എന്ത്? നിസ്കാരത്തെ ഹലാലാക്കാൻ, നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു. ഇതൊരു നീയത്ത്, ഇങ്ങനെ വെക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ നീയത്ത്, ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. ഇതൊരു നീയത്ത്. മൂന്നാമത്തെ നീയത്ത്, വുളുഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇങ്ങനെ 3 നീയത്ത് വെക്കാം. ഏറ്റവും നല്ല നീയത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു, അങ്ങനെ നീയത്ത് വെച്ചാൽ മതി. അങ്ങനെ നീയത്ത്, അതാണ് ഒന്നാമത്തെ ഫർള്, നീയത്ത് വെക്കലാണ്. വുളുഇൻ്റെ ഫർള് മൊത്തം 6 എണ്ണമാണ്. രണ്ടാമത്തെ ഫർള് മുഖം മുഴുവനും കഴുകുക. അപ്പോൾ ഈ ഒന്നാമത്തെ ഫർളാകുന്ന നീയത്ത് നമ്മൾ ഈ രണ്ടാമത്തെ ഫർളിനോട് ചേർത്താണ് ചെയ്യേണ്ടത്. കാണിച്ചു തരാം. നമ്മളിതാ മുഖം കഴുകാൻ വേണ്ടി വെള്ളമെടുത്തു. ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഫർളാകുന്ന നീയത്ത് വെക്കുക. നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു. എന്നിട്ട് നമ്മൾ മുഖം കഴുകുന്നു.
കണ്ടോ? അതായത് ഒന്നാമത്തെ ഫർളാകുന്ന നിയ്യത്ത് നമ്മൾ വെച്ച് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഫർളാകുന്ന മുഖം മുഴുവനും കഴുകുക. അവിടെ നമ്മൾ ആ 2 ഫർദുകളും ചേർത്താണ് അവിടെ ചെയ്യേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിതാ മുഖം കഴുകാൻ വേണ്ടി വെള്ളമെടുത്തു, എന്നിട്ട് ഒന്നാമത്തെ ഫർളാകുന്ന നിയ്യത്ത് വെച്ചു. നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഫർളാകുന്ന മുഖം കഴുകി. മുഖം കഴുകുക എങ്ങനെ? ഇത് കണ്ടോ, എൻ്റെ ഈ ഭാഗം കണ്ടോ? ഇതാണ് മുടി മുളക്കുന്ന സ്ഥലം. അപ്പോൾ ഉസ്താദെ കഷണ്ടി ആണെങ്കിൽ എന്ത് ചെയ്യും? കഷണ്ടി ആണെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ ഏകദേശം ഒരു രൂപം ഉണ്ടാവുമല്ലോ, നമ്മൾ മുടി മുളക്കുന്ന മനുഷ്യൻ്റെ ഒരു മുടി മുളക്കുന്ന രൂപം ഉണ്ടല്ലോ, സ്ഥലം ഉണ്ടല്ലോ. അവിടെ നിന്ന് മുതൽ നമ്മുടെ ഈ താടിയെല്ലാം ഉണ്ടല്ലോ, ഇവിടം വരെ ഇങ്ങനെ നീളത്തിൽ. വീതിയാണെങ്കിൽ നമ്മുടെ ഈ ചെവിയുടെ കുറ്റി, ഈ ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെ, ഇതാണ് നമ്മുടെ മുഖം, മുഖത്തിൻ്റെ പരിധി. ഈ പരിധിയിൽ മൊത്തവും നമ്മൾ വെള്ളം എത്തണം. ഏത് വെള്ളം? നമ്മൾ ആദ്യം എടുക്കുന്ന വെള്ളം ഇവിടെ മൊത്തം എത്തണം. ചില ആൾക്കാർ എങ്ങനെയാണെന്നറിയോ? ആദ്യം വെള്ളം എടുക്കും, ആദ്യത്തെ കഴുക്ക് ഇങ്ങനെ അങ്ങോട്ട് കഴുകും. അപ്പോൾ ഇവിടെ മാത്രം നനഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഒന്നും നനഞ്ഞിട്ടില്ല. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ആ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കും. ശരിയാവില്ല. കാരണം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മുഖം കഴുകുമ്പോൾ അത് ഫർളായ കഴുകാണ്. ആ കഴുക്കിൽ തന്നെ നമ്മുടെ മുഖത്ത് മുഴുവനും വെള്ളം എത്തണം. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒതുവൊക്കെ തീരുമോ ഉസ്താദേ? ഇതൊക്കെ നമുക്ക് സിമ്പിളായി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് കൊണ്ടാണ് സ്ലോ ആയി ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ നമ്മുടെ മുഖം കഴുകുമ്പോൾ തന്നെ മുഴുവനായും നമ്മുടെ മുഖത്ത് വെള്ളം എത്തണം. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ ഫർളാകുന്ന നിയ്യത്ത് നമ്മൾ വെച്ചു, രണ്ടാമത്തെ ഫർളിലേക്ക് ചേർത്ത് നമ്മൾ ചെയ്യുക. അങ്ങനെ നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു. കണ്ടോ? മുഴുവനായും നമ്മൾ മുഖത്ത് മുഴുവനും നമ്മൾ ആ വെള്ളം എത്തിക്കണം. അതൊന്നാമത്തെ പ്രാവശ്യം. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം സുന്നത്താണ് മുഖം കഴുകുക. മൂന്നാമത്തെ പ്രാവശ്യം തിങ്ങിയ താടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മുഖം കഴുകുന്ന സമയത്ത് തന്നെ ആ കൈകൾ ഉള്ളിലേക്കിട്ട് തിങ്ങിയ താടി ഇടകോർത്ത് കഴുകാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഈ കണ്ണിൻ്റെ കുഴി ഇവിടെ നമ്മൾ വെള്ളം എത്തിയിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഈ പീള പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനും മറന്നു പോകരുത്. ഇതാണ് വുളുവിൻ്റെ രണ്ടാമത്തെ ഫർദ്. ഒന്നാമത്തെ ഫർദ് നിയ്യത്ത്, രണ്ടാമത്തെ ഫർദ് മുഖം കഴുകുക. ഈ ഒന്നാമത്തെ പ്രാവശ്യം മുഖം കഴുകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിയ്യത്ത് വെച്ചു അല്ലേ, നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു എടുക്കുന്നു. അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും നമ്മൾ മുഖം കഴുകുമ്പോൾ ഈ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള ചില ദുആകളൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മളിപ്പോൾ അത് പറയുന്നില്ല, എല്ലാം കൂടി പറഞ്ഞാൽ ആകെ നമുക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് അത് പറയുന്നില്ല. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ മുഖം കഴുകുമ്പോൾ അല്ലെങ്കിൽ കൈ കഴുകുമ്പോൾ കാല് കഴുകുമ്പോഴൊക്കെ ഷഹാദത്ത് അധികരിപ്പിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് നല്ലതെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫർളാകുന്ന കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വെള്ളമെടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് പറയാം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഷഹാദത്ത് അധികരിപ്പിക്കലാണ് നല്ലത്. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. വെള്ളം ഒപ്പിക്കലല്ല, വെള്ളം ഒലിപ്പിക്കലാണ്. മൊത്തം ഒലിപ്പിക്കണമേ. അപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകി, രണ്ടാമത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് 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 അഷ്ഹദു അല്ലാ ഇലാഹ. നമ്മൾ കൈ മുട്ടുൾപ്പെടെ കഴുകുക എന്ന് പറഞ്ഞാൽ ഇത്ര കഴുകിയാൽ മതി. പക്ഷേ ഇതിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ്, ഈ കമീസ് ഇട്ടുകൊണ്ടാണ്, അധികം നമുക്കിങ്ങനെ എത്രമാത്രം കയറ്റി കഴുകാൻ പറ്റുന്നു അത്രമാത്രം കയറ്റി കഴുകൽ സുന്നത്താണ്. ചില ആളുകൾ വുളു എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കഴുകുന്നുണ്ട് അല്ലേ, കൈ ഇങ്ങനെ കഴുകുന്നുണ്ട്. അങ്ങനെ കഴുകിയാലും വുളു ശരിയാകും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ മുട്ടുൾപ്പെടെ ഇങ്ങനെ താഴത്തേക്ക് വെള്ളം ഒഴിപ്പിച്ച് കഴുകാറുണ്ട്. അങ്ങനെ കഴുകിയാലും ശരിയാകും. പക്ഷേ സുന്നത്തായ നല്ല രൂപം ഇങ്ങനെ നമ്മൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒലിപ്പിച്ച് കഴുകലാണ് വേണ്ടത്. ഇങ്ങനെ കഴുകിയാലും വുളു ശരിയാകും, കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ വുളു ചെയ്യുന്ന സമയത്ത് എല്ലാം വലതിനെയാണ് മുന്തിക്കേണ്ടത്. ഇപ്പോൾ കൈ കഴുകുന്ന സമയത്ത് വലത് കൈ കഴുകുക, വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇതാണ് മൂന്നാമത്തെ ഫർള്. ഇനി നാലാമത്തെ ഫർള് തലയിൽ നിന്നും അല്പം തടവുക. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചെടുത്തു, തലയിൽ നിന്നും അല്പം തടകി, വുളു ശരിയാകും. പക്ഷേ സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ തല
മുഴുവനും തടവലാണ്. തല മുഴുവനും തടവുക. ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ വുദു ഇപ്പോൾ എടുക്കുന്നത്. തല മുഴുവനും തടവുക. അപ്പോൾ തൊപ്പി ഉണ്ടെങ്കിൽ തൊപ്പി നമ്മൾ ഒന്നെങ്കിൽ കുറച്ച് ഉയർത്തി വെക്കുക. പിന്നെ സ്ത്രീകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഉസ്താദെ തല മറച്ചിട്ട് വേണോ വുദു എടുക്കാൻ? അങ്ങനെ തല മറച്ചിട്ട് വുദു എടുക്കാം. ഇനി നിങ്ങൾ അല്പം തല തുറന്നിട്ട് വുദു എടുത്തെന്ന് പറഞ്ഞും പ്രശ്നമൊന്നും വരാനില്ല. സ്ത്രീകളിപ്പോൾ ഈ തട്ടം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, ആ തട്ടം പുറയിലേക്ക് ഇങ്ങനെ ഇടുക, ഈ തട്ടം മാറ്റി വെക്കുക, എന്നിട്ട് വുദു എടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ തൊപ്പി വെക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, തൊപ്പി മാറ്റി വെച്ചിട്ട് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി തലയിൽ നിന്നും മുഴുവനായും തടവുകൾ പ്രത്യേകം സുന്നത്താണ് കേട്ടോ. 3 വട്ടം തടവുക. പിന്നെ ചില ആൾക്കാർ ഈ മുടി ഇങ്ങനെ താഴേക്കിടും അല്ലേ, താഴേക്കിട്ടിട്ട് ശരിയാവില്ല. തലയിൽ നിന്ന് അല്പം തടവുക എന്ന് പറയുമ്പോൾ മുടിയിൽ നിന്ന് അല്പമല്ല, തലയിൽ നിന്ന് അല്പം. തല വേണം, ഇത് മുടിയല്ലത് ഇവിടെ, ഇതാണ് തല, ഇവിടെയല്ല തല വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ തലയിൽ നിന്നുമാണ് അല്പം തടവേണ്ട, അല്ലാതെ മുടി ഇങ്ങനെ ഇട്ടിട്ട് മുടിയിൽ ഇങ്ങനെ തടവലല്ല കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ 4ാമത്തെ ഫർളാകുന്ന തല നമ്മൾ തടവി. ഇനി 5ാമത്തെ ഫർളാകുന്ന 2 കാൽ നെരിയാണി സഹിതം കഴുകുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഇടയിൽ ചെറിയൊരു സുന്നത്തുണ്ട്. എന്ത്? 2 ചെവി തടവുക, 2 ചെവിയും തടവുക. അതെങ്ങനെയാണ് തടവേണ്ടത്? കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരുമിച്ച് തടവുക. ഒരുമിച്ച് തടവുക. ആ ചെവിയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോട്ടെ. ചെവിയുടെ പുറകെ ഉണ്ടല്ലോ, അവിടേക്ക് ഒന്ന് തടവിയ താഴെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. പിന്നെ ചില ആൾക്കാർ തടവുന്നതിങ്ങനെ 1, 2, 3, 4 അങ്ങനെയല്ല കേട്ടോ, ഒന്നിച്ചാണ് തടവേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 5ാമത്തെ ഫർള്, 2 കാലും നെരിയാണി സഹിതം കഴുകുക. എങ്ങനെയാത്? ചില ആൾക്കാർ ഇത് ഇങ്ങനെയൊക്കെ കഴുകിയിട്ട് പോകും. കാല് കഴുക്ക് ശരിയാകും, വെള്ളം എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൾ കൊണ്ട് തന്നെ അതൊന്ന് കാല് തേച്ച് കഴുകൽ നല്ലതാണ്, സുന്നത്താണ്. എങ്ങനെ? ഈ കാലിൻ്റെ ഈ വിരലുകൾ ഇടകോർത്തിട്ട് കഴുകുക. ഈ നെരിയാണി സഹിതം അല്പം കയറ്റി കഴുകൽ സുന്നത്താണ്. അതുകൊണ്ട് മുകളിലേക്ക് അല്പം കയറ്റി കഴുകൽ സുന്നത്താണ്. ഇതെന്താ ഉസ്താദ് ഒരു വയറ് തൂങ്ങിക്കിടക്കുന്നത് എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകും. ഇത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ സൗണ്ട് ക്ലിയറായി കിട്ടാൻ വേണ്ടിയുള്ള മൈക്കിൻ്റെ വയറാണ് ഈ കിടക്കുന്നത് കേട്ടോ. വലത് കാല് കഴുകി, അത് കഴിഞ്ഞ് ഇടത് കാൽ നെരിയാണി സഹിതം കഴുകുക. പിന്നെ ഒരുപാട് ആളുകൾ വരുത്തുന്നൊരു ഇതെന്ന് പറയുക, ഈ കാലിൻ്റെ ഈ ഭാഗം നനയൂല. പെണ്ണുങ്ങളാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഭാഗം നനയണം. പലരും എന്താണ്, കാല് കഴുകുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് കഴുകിയിട്ട് പോകും, ഇങ്ങനെ കഴുകും. ഈ ഭാഗം നനയൂല, കാലിൻ്റെ ഈ പുറകു ഭാഗം, അവിടെ മടമ്പ് ഭാഗം, അവിടെ എന്തായാലും നനയണം. പല ആളുകളും വുദു എടുക്കുമ്പോൾ വുദു ശരിയാവാതെ വരുന്ന പ്രധാനപ്പെട്ട കാരണം അവരുടെ ഈ കാലിൻ്റെ പുറകു ഭാഗം നനയാത്തതാണ്. അതുകൊണ്ട് ഇനി മുതൽ വുദു എടുക്കുന്ന സമയത്ത് ഈ കാലിൻ്റെ പുറകു ഭാഗം നനഞ്ഞു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പോൾ 2 കാലും നമ്മൾ നെരിയാണി സഹിതം കഴുകി. ഇതാണ് 5ാമത്തെ ഫർള്. ഈ കാല് കഴുകുന്ന സമയത്ത് പലരും ഒരു സംശയത്തിലാകുന്നൊരു കാര്യം, ഉസ്താദെ ഞങ്ങൾ പലപ്പോഴും ഈ കാല് കഴുകുമ്പോൾ ഇടതുകാലാണ് ആദ്യം കഴുകിപ്പോയത്, വലതുകാല് കഴുകുന്നതിന് മുമ്പ് ഇടതുകാല് കഴുകി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, വുദു ശരിയാകും. കാരണം വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇടതുകാല് ആദ്യം കഴുകി എന്ന് വെച്ച് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. എന്നാലും വലതുകാല് കഴുകലാണ് സുന്നത്ത്. ആദ്യം വലതുകാലാണ് കഴുകേണ്ടത്, എന്നിട്ട് ഇടതുകാല് കഴുകിപ്പോയി എന്ന് വെച്ച് വുദു ശരിയാവാതിരിക്കില്ല, വുദു ശരിയാകും. അപ്പോൾ ഇടതുകാല് കഴുകിയാൽ പിന്നെ വലതുകാല് കഴുകി പൂർത്തിയാക്കുക. അപ്പോൾ ഇനി 6ാമത്തെ ഫർള് എന്താ? തർത്തീബാണ്. അതായത് ക്രമപ്രകാരം ചെയ്യുക. ആദ്യം നിയ്യത്ത്, 2ാമത് മുഖം കഴുകുക, 3ാമത്തേത് 2 കൈ മുട്ടുൾപ്പെടെ കഴുകുക, 4ാമത് തലയിൽ നിന്നും അല്പം തടവുക, 5ാമത് 2 കാൽ നെരിയാണി സഹിതം കഴുകുക, 6ാമത്തേത് തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം ചെയ്യുക. ആദ്യം നിർബന്ധമായത് എന്താണ്? മുഖമാണ് കഴുകേണ്ടത് അല്ലേ, അല്ലാതെ കൈയല്ല. കൈ കഴുകിയിട്ടാണ് തല തടവേണ്ടത്, തല തടവിയിട്ടാണ് കാല് കഴുകേണ്ടത്. അപ്പോൾ ക്രമപ്രകാരം ചെയ്യണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സത്യത്തിൽ വുദു എടുക്കുന്ന സമയത്ത് ഇത്രയും വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഇത് നിങ്ങൾക്കൊന്ന് വ്യക്തമായി കാണിച്ചു തരാൻ വേണ്ടിയാണ് പല പ്രാവശ്യം നമ്മൾ ഇത്രയും വെള്ളം എടുത്തിട്ട് വുദു എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കല്ലേ. അപ്പോൾ വുദുഇൻ്റെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു, വുദുഇൻ്റെ ഫർളുകൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് വുദുഇൻ്റെ ഷർത്തുകൾ. വുദുഇൻ്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. ഈ ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
വുദൂഇൽ പെട്ടതല്ല, പക്ഷേ ഇതില്ലാതെ വുദൂ ശരിയാവില്ല. അതാണ് വുദൂഇൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ എന്ന് പറയും. അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് നമ്മൾ ഈ വുദൂ എടുക്കുന്ന വെള്ളം അത് ശുദ്ധമായ വെള്ളമാവണം, തൊഹൂറായ വെള്ളമാവണം. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയായതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തൊഹൂറായ വെള്ളം എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പൈപ്പിൽ വരുന്ന വെള്ളം, ഇപ്പോൾ ആലുവ പുഴയിലെ വെള്ളമാണ് ഞങ്ങൾക്ക് ഈ എറണാകുളംകാർക്ക് പള്ളിയിലൊക്കെ കിട്ടുന്നത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ ജപ്പാൻ കുടിവെള്ളം കിട്ടാറുണ്ട്. മൂവാറ്റുപുഴ ആറിൽ നിന്നൊക്കെ വരുന്നു, പല സ്ഥലത്തും പലതാണ്. അപ്പോൾ പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം, അതുപോലെ തന്നെ കടലിലെ വെള്ളം. സോ അത് കടലിൽ വുദു എടുക്കാൻ പറ്റുമോ? ഒരാൾക്കുള്ള സംശയം, കടലിൽ വുദു എടുക്കാൻ പറ്റും? പറ്റും. കാരണം കടലിൽ വുദു എടുക്കാൻ പറ്റും. കടലിൽ വെള്ളം ശുദ്ധമാണ്. കടൽ വെള്ളത്തിന് ഉപ്പ് രസമല്ലേ? അത് നമ്മൾ കൊണ്ടുപോയി ഇട്ട ഉപ്പല്ലല്ലോ, അത് അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ വെള്ളത്തിന് അങ്ങനെ ഉപ്പാണ്. അതുകൊണ്ട് കടലിലെ വെള്ളം ശുദ്ധമാണ്, അതുകൊണ്ട് വുദു എടുക്കാം. അതുപോലെ തന്നെ കുഴൽ കിണർ, ബോർവെൽ വെള്ളം, അതൊക്കെ നമുക്ക് ശുദ്ധമായിട്ട് കിട്ടുന്നതാണ്. അതൊക്കെ കൊണ്ട് നമുക്ക് വുദു എടുക്കാം. പിന്നെ ഈ തൊഹൂർ അല്ലാത്ത വെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ചായ, ഇതൊന്നും കൊണ്ട് വുദു എടുക്കാൻ പറ്റൂല. മിനറൽ വാട്ടർ കൊണ്ട് വുദു എടുക്കാൻ പറ്റുമോ? മിനറൽ വാട്ടർ കൊണ്ട് വുദു എടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ നിബന്ധനയാണ്, വെള്ളം തൊഹൂറാവുക. രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, കഴുകപ്പെടുന്ന അവയവം എന്ന് പറഞ്ഞാൽ മുഖം, കയ്യ്, അല്ലേ, അതുപോലെ തന്നെ കാല്, ഇതൊക്കെ കഴുകപ്പെടുന്ന അവയവമാണ്. ഈ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. വെള്ളം ഒപ്പിക്കലല്ല, ഇങ്ങനെ തേച്ച് പിടിപ്പിക്കലല്ല, വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം വരുത്തുന്ന വസ്തുക്കൾ നമ്മുടെ അവയവത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ കുങ്കുമം, അതുപോലെ തന്നെ നമ്മുടെ ഈ കളർ പെൻസിലൊക്കെ ഇല്ലേ, കളർ പേന, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ നിറം ഇങ്ങനെ കലരൂലേ. അതുകൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വുദുവിൻ്റെ അവയവങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ ഉണ്ടാവാതിരിക്കുക. എക്സാമ്പിളായി പറഞ്ഞാൽ ടാറ്, ചുണ്ണാമ്പ്, അതുപോലെ ഗ്രീസ്, പെയിൻറ്റ്, ഇതൊക്കെ നമ്മുടെ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. അതൊക്കെ നമ്മുടെ മുഖത്തോ കയ്യിലോ കാലിലോ ഒന്നും ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അഞ്ചാമതായി, നിത്യ അശുദ്ധിക്കാരൻ സമയമായിട്ട് വേണം വുദുവെടുക്കാൻ. സമയമായെന്നറിയുക. അതായത് ഈ മൂത്രവാർച്ചക്കാരൻ എപ്പോഴും മൂത്രം പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ കീഴ്വായ് പോയിക്കൊണ്ടിരിക്കുന്നു, അവരൊക്കെ നിത്യ അശുദ്ധിക്കാരൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ദുഹുർ നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം മാത്രമേ വുദു എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് വുദു എടുത്തിട്ട് അവർ നിസ്കരിക്കുക. ആ നിസ്കരിക്കുന്ന സമയത്ത് മൂത്രം പോയാലും കുഴപ്പമില്ല. നേരത്തെ വുദു എടുത്ത് വെക്കാതിരിക്കുക. അതാണ് വുദുവിൻ്റെ അഞ്ചാമത്തെ ഷർത്ത്. ഈ വുദു എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാണിച്ചു, എന്നിട്ടും ഒരുപാട് സംശയങ്ങളുണ്ടാകും. സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് പറ്റുന്നത് പോലെ അതിന് മറുപടി തരാം. പിന്നെ സ്ത്രീകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഉസ്താദേ, വുദു എടുത്തു കഴിഞ്ഞിട്ട് ചെവിയിൽ ബഡ്സ് ഇട്ടാൽ വുദു മുറിയുമോ? ചെവിയിൽ ബഡ്സ് ഇട്ടെന്ന് വെച്ച്, അല്ലെങ്കിൽ മൂക്കിൽ വിരലിട്ടെന്ന് വെച്ച് വുദു അങ്ങനെ മുറിയൂല. പിന്നെ കോമണായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഉസ്താദെ, ഔറത്ത് മറക്കാതെ വുദു എടുക്കാമോ? അതായത് നഗ്നനായി നിന്നിട്ട് വുദു എടുക്കാമോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. വുദു എടുക്കാം, കുഴപ്പമില്ല. ഒരാൾ തുകർത്തു മാത്രം ഉടുത്തു, വുദു എടുക്കാം. അല്ലെങ്കിൽ ഒരാൾ അടിവസ്ത്രം മാത്രം ഉടുത്തു, അത് മാത്രം ഇട്ടിട്ട് വുദു എടുക്കുന്നു, വുദു എടുക്കാം, വുദു ശരിയാകും. ഇനി ഒരു എന്താ പറയുക, ഇതുപോലത്തെ വസ്ത്രം ഇട്ടു, അല്ലെങ്കിൽ ചുരിദാർ ഇട്ടു, അല്ലെങ്കിൽ നെയ്റ്റി ഇട്ടു, വുദു എടുക്കാമോ? വുദു എടുക്കാം. പക്ഷേ കൈയൊക്കെ ഇങ്ങനെ നല്ലതുപോലെ നമുക്ക് കയറ്റി വെക്കാൻ പറ്റണമെന്ന് മാത്രം. വുദു മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മലമൂത്ര വിസർജനം നടത്തുക, അതുപോലെ തന്നെ കീഴ്വായു പോവുക, അതുപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അപ്പോൾ അവിടെ ഒരു ചർച്ച വരുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മുട്ടിയാൽ വുദു മുറിയുമോ? ഷാഫിഈ മദ്ഹബ് പ്രകാരം ഭാര്യയും ഭർത്താവിൻ്റെയും തൊലി തമ്മിൽ തൊട്ടാൽ, അതായത് ശരീരത്തിൽ തൊട്ടാൽ അവരുടെ വുദു മുറിയും. ഭാര്യയുടെ മുടിയിൽ പിടിച്ചു, വുദു മുറിയില്ല. ഭാര്യയുടെ നഖത്തിൽ തൊട്ടു, വുദു മുറിയില്ല. തൊലി തമ്മിൽ ചേർന്നാൽ വുദു മുറിയും. ഹനഫി മദ്ഹബ് പ്രകാരം ഭാര്യയുടെ ശരീരത്തിൽ തൊട്ടാൽ വുദു മുറിയില്ല. അത് മറ്റൊരു ചർച്ചയാണ്, അങ്ങോട്ട് നമ്മൾ തൽക്കാലം കടക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം, അതായത് കയ്യിൻ്റെ പള്ള കൊണ്ട് നമ്മുടെ രഹസ്യഭാഗങ്ങളിൽ, നമ്മുടെ ഗുഹ്യഭാഗങ്ങളിൽ തൊടൽ, അതും എന്താണ്, വുദു മുറിയുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ചില ആളുകൾ ഈ വുദു എടുക്കുന്ന സമയത്ത് ബക്കറ്റ് ഈ പൈപ്പിൻ്റെ ചോട്ടിൽ വെക്കാറുണ്ട്. എന്തിനാണെന്നറിയോ? മുഖം കഴുകുന്ന, കൈ കഴുകുന്ന, വുദു എടുക്കുന്ന വെള്ളം ഈ ബക്കറ്റിലേക്ക് പിടിച്ചിട്ട് അവസാനം കാല് കഴുകുന്ന സമയത്ത് പൈപ്പ് പൂട്ടിയിട്ട് ഈ ബക്കറ്റിലെ വെള്ളം കൊണ്ട് കാല് കഴുകുന്ന ഒരു പരിപാടിയുണ്ട്. സത്യത്തിൽ അത് ചെയ്യാൻ പാടില്ല, വുദു ശരിയാവില്ല. കാരണം നമ്മൾ ഈ ബക്കറ്റിലേക്ക് പിടിച്ചത് നമ്മുടെ മുഖം കഴുകിയ വെള്ളമാണ്, കൈ കഴുകിയ വെള്ളം, അത് ഉപയോഗിച്ച വെള്ളം,
അല്ലേ, മുസ്തഅമലായ വെള്ളം. അതുകൊണ്ട് ആ ഒരു വെള്ളം കൊണ്ട് മറ്റൊരു ഫർളാകുന്ന കാല് കഴുകുക അത് പറ്റൂല. ഒരു ഫർളിൽ ഉപയോഗിച്ച വെള്ളം മറ്റൊരു ഫർളിൽ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ ഈ പിടിച്ച വെള്ളമോ അത് നമുക്ക് വല്ല ചെടിക്കൊഴിക്കാം, അല്ലെങ്കിൽ തറ കഴുകാൻ ഉപയോഗിക്കാം. അതല്ലാതെ വുദൂഇൻ്റെ മറ്റൊരു ഫർളാകുന്ന കാല് കഴുകാൻ അത് ഉപയോഗിക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചില ആളുകൾ ഈ വുദു എടുത്ത് കഴിഞ്ഞിട്ട് 2-3 ആക്ഷനുകളൊക്കെ ഉണ്ട്. ഈ കയ്യിലെ വെള്ളം മുഴുവൻ ഇങ്ങനെ വടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് കളയുക. അതൊക്കെ എന്താണ്, ചെയ്യാതിരിക്കലാണ് നല്ലത്. വുദൂഇൻ്റെ വെള്ളം ഇങ്ങനെ വറ്റിപ്പോവലാണ് വേണ്ടത്. പിന്നെ ഇങ്ങനെ കുടഞ്ഞൊക്കെ കളയുമ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്ത് വീഴാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവർക്കൊരു അരോചകമായിരിക്കും. പിന്നെ പല ആൾക്കാരും തുടച്ച് കളയുന്നുണ്ട്. എന്തെങ്കിലും രോഗങ്ങളുണ്ട് എങ്കിൽ നമുക്കത് തുടച്ച് കളയുന്നത് കുഴപ്പമില്ല. പക്ഷേ അനാവശ്യമായിട്ട് വുദൂഇൻ്റെ വെള്ളം തുടച്ച് കളയാതിരിക്കലാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പള്ളിയിലൊക്കെ ഒരാൾ വുദു എടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് കയറി ചീപ്പൊക്കെ എടുത്തിട്ട് മുടി ഇങ്ങനെ ഈരി ഇങ്ങനെ പള്ളിയിൽ കൂടെ പോവുക. ഒരിക്കലും നമ്മുടെ മുടി മനഃപൂർവ്വം പള്ളിയിൽ ഇടരുത്. നമ്മൾ മുടി ഈരുമ്പോൾ ചീപ്പിൽ പറ്റിയിട്ട് മുടി പള്ളിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കാരണം പള്ളിയിൽ ഒരു പ്രയാസം ഉണ്ടാവരുത്. അതുകൊണ്ട് ആ ഒരു പ്രവൃത്തി പള്ളിയുടെ പുറത്ത് നിന്നിട്ട് നമുക്ക് മുടിയിരാം, അല്ലാതെ പള്ളിയുടെ ഉള്ളിൽ കൂടി മുടി ഈരി കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കുക, പലരും ഈ വുദുവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ മുണ്ടൊക്കെ ഒന്ന് നല്ലതുപോലെ ഉടുക്കുന്നത്. പാൻറ് ഇടുന്നവർക്ക് പ്രശ്നമില്ല. അപ്പോൾ മുണ്ടുടുക്കുമ്പോൾ ഈ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് മുണ്ടൊക്കെ ഒന്ന് നല്ലതുപോലെ ഉടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഔറത്ത് കിബിലയിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഉമ്മമാർക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സുന്നത്തുകൾ പലതും എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഇപ്പോൾ ഈ കിബിലയിലേക്ക് തിരിഞ്ഞ് വുദു എടുക്കാൻ നമ്മൾ പറഞ്ഞു. പല വീട്ടിലും പൈപ്പൊക്കെ കിബിലയിലേക്ക് തിരിഞ്ഞ് വുദു എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ വേണ്ട, നമുക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതൊരു സുന്നത്താണ്. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന സാഹചര്യത്തിലും നമ്മൾ അങ്ങനെ ചെയ്യുക. അതല്ലാതെ ഇപ്പോൾ നമുക്ക് കിബിലയിലേക്ക് തിരിഞ്ഞല്ല പൈപ്പ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ അല്ലെങ്കിൽ കിബിലയിലേക്ക് നമുക്ക് തിരിഞ്ഞ് ഇപ്പോൾ പൈപ്പ് ഇവിടെയാണെങ്കിലും നമുക്കിങ്ങനെ കിബിലയിലേക്ക് തിരിയാം, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. വുദു എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് വുദൂഇന് ശേഷമുള്ള ദുആ പറയുക എന്നുള്ളത്. അതേതാണ് നമുക്കൊക്കെ അറിയാം, നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ദുആയാണ്. അതായത് ആ ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വുദു എടുത്തു കഴിഞ്ഞിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് 2 കൈയും ഉയർത്തി നമ്മൾ ദുആ രക്കുക. എങ്ങനെയാ ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതാണ് ആ ദുആ. നമുക്ക് മദ്രസയിൽ പഠിച്ചിട്ടുള്ള ദുആയ. എന്താ അതിൻ്റെ അർത്ഥം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹുവേ ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല, നീ ഏകനാകുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൻ്റെ അടിമയാണ്, മുത്തായ ഹബീബ് റസൂലാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന, തൗബ ചെയ്യുന്നവരിൽ അല്ലാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തണം. വജഅൽനി മിനൽ മുതത്വഹിരീന, ശുദ്ധിയുള്ളവരിൽ, വൃത്തിയുള്ളവരിൽ, അല്ലേ? മുതത്വഹിരീങ്ങൾ, വൃത്തിയുള്ള ശുദ്ധിയുള്ള ആളുകൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നിന്റെ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അല്ലാഹുവേ നിനക്കാകുന്നു സർവ്വസ്തുതികളും. അല്ലാഹുവേ നീ അല്ലാതെ ആരാധനക്കർഹനില്ല, നിന്നോട് ഞാൻ പാപമോചനം തേടുകയാണ്. ഇതാണ് ആ ദുആ, അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദുആ ഇൻഷാ അല്ലാഹ് മറന്നു പോവാതെ പറയൽ. സ്വർഗത്തിൻ്റെ 8 വാതിലുണ്ട്. സ്വർഗത്തിന് 8 വാതിലുണ്ട്. ആ 8 വാതിലും തുറക്കപ്പെടുമെന്നാണ് വുദു എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഈ ദുആ പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ആ ഒരു ചാൻസ് ഒന്നും കളയരുത്. ഇനിയിപ്പോൾ ഒരാൾക്ക് വുദു എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ നിസ്കാരം തുടങ്ങി, ജമാഅത്ത് തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പോൾ അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇമാം ഇരിക്കുകയാണ്, ഞാനിവിടെ ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ സലാം വീട്ടി പോകും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ വുദു എടുത്തിട്ട് ആ നടക്കുന്ന വഴി, അതായത് ആ സൊഫിലേക്ക് ചെല്ലുന്ന ആ ഒരു വഴിയിൽ കൂടി നമുക്ക് ഈ ദുആ പറഞ്ഞാലും മതിയാകുന്നതാണ്. അല്ലാതെ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ കൈ ഉയർത്തി പറയണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ ദുആ മറന്നു പോകരുത്. പിന്നെ ഇതിന് ശേഷം സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ സൂറത്ത് ഓതിയാൽ ഒരുപാട് പവർ, ഒരുപാട് നേട്ടം അള്ളാഹു നമുക്ക് തരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ ഈ അടുത്ത് ഏകദേശം 1 വർഷത്തിലധികമായി നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഹൗളാണ്. ഈ ഹൗളെന്ന് പറയുമ്പോൾ നമ്മുടെ കിതാബിലൊക്കെ ഉള്ളത് ഏകദേശം നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 191 ലിറ്ററിലധികം വെള്ളം വേണമെന്നാണ് ഹൗദിൽ.
അതായത് 2 കുല്ലത്ത് വെള്ളമുണ്ടെങ്കിലേ നമുക്ക് ഈ ഹൗദിൽ നിന്നും വുദു എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഹൗദ് ഞാൻ കാണിച്ചു തന്നത് പല ഉമ്മമാരും ഈ പള്ളിയിലെ ഹൗദൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഹൗദെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അതിൻ്റെ അർത്ഥം ജലസംഭരണി എന്നാണ്. ഈ ജലം ഇങ്ങനെ സംഭരിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് വുദു എടുക്കുന്നു. അൽഹംദുലില്ലാ നമ്മുടെ ഈ വീഡിയോ മുഴുവനായും നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ വെച്ചാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വുദു എടുക്കുന്നത് പ്രാക്ടിക്കലായി കാണിക്കാനൊക്കെ ഇങ്ങനെ സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതിൽ സെക്രട്ടറി, പ്രസിഡന്റ്, ബാക്കിയുള്ള കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കാരണം ഉസ്താദ് ജനങ്ങൾക്ക് വുദു കൃത്യമായി മനസ്സിലാകണമെങ്കിൽ അത് വുദു ഇങ്ങനെ കാണിച്ചു കൊടുത്താലാണ് തിരിയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. കാരണം ഇതൊരു ദഅവത്താണല്ലോ. അപ്പോൾ അതിനു വേണ്ട ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, അവർക്കൊക്കെ നന്ദി പറയുകയാണ്. അല്ലാഹു തആല അവർക്കും നമുക്കും ഇത് കണ്ട് ഇത് കേട്ട് പഠിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോകത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് വുദൂഇൻ്റെ സുന്നത്തുകൾ, വുദൂഇൻ്റെ ഫർളുകൾ, വുദൂഇൻ്റെ ഷർത്തുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അദബുകൾ നമ്മളെല്ലാം ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം പരിപൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. വുദൂ നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ, നല്ല രൂപത്തിൽ വുദു എടുക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമസ്കാരത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം, നിസ്കാരത്തിൻ്റെ A to Z കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ ദിക്റുകളുടെ, ദുആകളുടെ, സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ഒരു വീഡിയോ, ആ വീഡിയോനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ വീഡിയോയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് എവിടെയാണ്, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, അതേ ഇവിടെ നോക്കിയാൽ എൻഡ് സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും. കാരണം പരിശുദ്ധമായ റമളാൻ വരികയാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമളാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുടുംബാദികൾക്കും അത് അയച്ചു കൊടുക്കണം. അല്ലാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ, നിത്യമാക്കാൻ റബ്ബ് തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.